ഇന്ത്യയിലെ അമേരിക്കൻ അംബാസഡർ സെർജിയോ ഗോർ കഴിഞ്ഞ ദിവസം അദ്ദേഹം ജമ്മു കാശ്മീരൊക്കെ സന്ദർശിച്ചിരുന്നു. ഒരു പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അവർ ഇന്ത്യയിലെ അമേരിക്കൻ അംബാസഡർ കാശ്മീരൊക്കെ സന്ദർശിക്കുന്നത്. ഇപ്പം നമുക്കറിയാം അവിടെ കാശ്മീരിലെ പ്രത്യേക അവകാശം എല്ലാം എടുത്ത് മാറ്റി ഇപ്പം കാശ്മീർ വളരെ ഭംഗിയായ കാര്യങ്ങൾ കൃത്യമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ സെർജിയോ ഗോർ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് മുൻ നിലപാടിൽ നിന്ന് അമേരിക്ക പൂർണ്ണമായിട്ട് മാറി. മാറിയിരിക്കുന്നു. അത് നമ്മൾ അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ തോതിലുള്ള ചർച്ചയ്ക്ക് ഇടവയ്ക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ അമേരിക്കൻ അംബാസഡർ വന്ന് ഇത്തരത്തിലുള്ള നിലപാട് വ്യക്തമാക്കുമ്പോൾ അത് അമേരിക്കൻ സർക്കാരിൻ്റെ നിലപാടാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സെർജിയോ ഗോറിന് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലപാട് വ്യക്തമാക്കാൻ കഴിയുകയില്ല. ഇത് പാകിസ്ഥാനെ വലിയ തോതിൽ ഞെട്ടിച്ചു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന അവർ US പ്രതിനിധിയെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ഈ നിലപാട് മാറ്റത്തിന്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ ഉള്ളൊരു വലിയൊരു വിഷയമാണത്. നമുക്കറിയാം കാശ്മീർ ഒരു ഭാഗം പാകിസ്ഥാനിലാണ്, അറിയാമല്ലോ, പാക് ഒക്കപ്പൈഡ് കാശ്മീർ, POK എന്ന് നമ്മൾ വിളിക്കുന്ന ഈ കാശ്മീരിനെ വിട്ടുകൊടുക്കണമെന്ന രീതിയിലൊക്കെയാണ് ഇവർ പണ്ട് പോലെ ബഹളം വയ്ക്കുമായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ പണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനൊക്കെ ശേഷം ഇത് കയറാൻ പാകിസ്ഥാൻ പലവണ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ തന്നെ ഇന്ത്യ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തി. നമ്മൾ കാശ്മീർ ഇന്ത്യയുടെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. അന്നത്തെ അവിടുത്തെ കാശ്മീർ രാജാവായിരുന്ന മഹാരാജ ഹരിസിംഗ്, ഇതിൻ്റെ മകനാണ് കരൺ സിംഗ്, കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നു, കരൺ സിംഗിൻ്റെ പിതാവായിരുന്നു. അദ്ദേഹം ആദ്യം വിസമ്മതമൊക്കെ പ്രകടിപ്പിച്ചുവെങ്കിലും നമ്മൾ മലയാളിയായ VP മേനോൻ ഉൾപ്പെടെയുള്ളവർ അവിടെ ചെന്ന് കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ചേരണം എന്ന് കർക്കശ നിലപാട് സ്വീകരിച്ചപ്പോൾ വിട്ടുകൊടുത്ത് അങ്ങനെ ഇന്ത്യയുടെ ഭാഗമായതാണ്. നമുക്കറിയാം ഭൂമിയിലൊരു സ്വർഗം എന്നാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത് കാശ്മീർ, അത്രയും മനോഹരമായ സ്ഥലം. അവിടെയാണ് പാകിസ്ഥാൻ അതിർത്തിയായതുകൊണ്ട് തന്നെ അവർക്ക് തീവ്രവാദ പ്രവർത്തനം നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അവർ നിരന്തരം തീവ്രവാദി ആക്രമണങ്ങൾ നടത്തുകയും കാശ്മീരിലെ പാവപ്പെട്ട അവിടുത്തെ കാശ്മീർ പണ്ഡിറ്റുകളെ കൊന്നുകളിലേക്ക് ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് പിന്നീട് നരേന്ദ്രമോദി സർക്കാർ എത്തിയതിന് ശേഷമാണ് കാശ്മീരിന് ആ പഴയ പ്രതാപത്തിലേക്ക് ഇപ്പോൾ തിരിച്ചു പോകുന്നത്. അതെ, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അമേരിക്ക മുൻപൊക്കെ അമേരിക്കൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ പല തവണയും നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് പലപ്പോഴും തെറ്റിച്ചായിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പോഴും നമ്മൾ മാപ്പ് എടുത്ത് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ മാപ്സ് എടുത്തിട്ട് അതിൽ ഗൂഗിളിൽ പോയിട്ട് ഇന്ത്യൻ മാപ്പ് എന്ന് അടിച്ച് നോക്കിയാൽ അതിൽ കുറേ എണ്ണത്തിലെങ്കിലും കാശ്മീർ കാണില്ല. അത് ഈ പറയുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ തുടർന്നിരുന്ന ഒരു രീതിയാണ്. അപ്പം അവർ അന്താരാഷ്ട്ര തലത്തിൽ ഒരു ഇന്ത്യയുടെ ഈ ഒരു വാദത്തെ അംഗീകരിച്ചു തരാനുള്ള ഒരു താല്പര്യക്കുറവായിരുന്നു അവരുടെ അത്തരത്തിലുള്ള പ്രവൃത്തി തെളിയിക്കുന്നത്. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്നിപ്പോൾ ഇത്തരത്തിലേക്ക് US എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ട് ലോക പോലീസ് എന്ന് പറയുന്ന പോലെ അതുപോലെ ഏറ്റവും ശക്തമായ, അപ്പൊ അത്തരത്തിൽ അവര് അവരുടേതായ ഒരു നയം മാറ്റുക എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് അന്താരാഷ്ട്ര തലത്തിൽ കിട്ടുന്ന നയതന്ത്രപരമായിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ്, അതെ, പ്രാധാന്യം വളരെ കൂടുതലാണ്. നമുക്ക് തന്നെ അറിയാം, പണ്ട് സിംല കരാറിൽ ഒപ്പുവയ്ക്കാൻ വേണ്ടി ഭൂട്ടോ ഇന്ത്യയിൽ വന്ന് കരാറൊക്കെ ഒപ്പുവെച്ച്, കാര്യം നമ്മൾ പാകിസ്ഥാനെ എഴുത്തുന്ന യുദ്ധത്തിൽ ദയനീയമായി പരാജയപ്പെടുത്തി. നമുക്ക് വേണമെങ്കിൽ അന്ന് കാശ്മീർ ഈ ഇന്നത്തെ പാക് ഒക്കപ്പൈഡ് കാശ്മീർ നമുക്ക് വേണമെങ്കിൽ പിടിച്ചെടുക്കാമായിരുന്നു. ഇന്ന് പാകിസ്ഥാൻ്റെ കൈവശിരിക്കുന്ന ആ ഭാഗം നമുക്ക് വേണമെങ്കിൽ പിടിച്ചെടുത്ത് നമ്മുടെ ഭാഗമാക്കാമായിരുന്നു. അത് നമ്മൾ ജയിച്ചു കഴിഞ്ഞവരാണ്. പക്ഷേ അന്ന് ഇന്ദിരാഗാന്ധി കൊണ്ടുവരുന്ന സമയത്ത് അവർ ജനാധിപത്യ മര്യാദ അനുസരിച്ച് ശരി യുദ്ധം അവസാനിച്ചു, എല്ലാ സിംല കരാറായ ധാരണയായി പോയി. പക്ഷേ പിന്നീട് സംഭവിച്ചത് നമുക്കറിയാം, ഈ പാകിസ്ഥാൻ ഈ കിട്ടാതെ പോയ കാശ്മീരിനെ എങ്ങനെ നശിപ്പിക്കുക എന്നുള്ളതാണ് പിന്നെ അവർ ചെയ്തത് മുഴുവൻ. അവിടെ തീവ്രവാദം വളർത്തിയതും ഇപ്പോഴും വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ശ്രമിച്ച് പരാജയപ്പെട്ടിരിക്കുന്നു അവർ. അതാണ് പാകിസ്ഥാൻ ആ ഞെട്ടലായി പോയത് ഈ സംഭവം. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, ഈ ഇറാൻ അമേരിക്ക യുദ്ധം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി പാകിസ്ഥാനാണ് അമേരിക്ക നിയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പാകിസ്ഥാൻ നിയോഗിച്ചതിനേക്കാൾ ഞങ്ങളാണ് സമാധാന വക്താക്കൾ എന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കാനുള്ള പാകിസ്ഥാൻ്റെ ഒരു പാഴ്ശ്രമം. എന്നിട്ടിപ്പോൾ എന്തായി? യുദ്ധം അവസാനിച്ചു. അതാണ് പ്രസക്തമായ ചോദ്യം. നമ്മൾ ഒരു രണ്ട് ശക്തമായ രാജ്യങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് മധ്യസ്ഥതയ്ക്ക് ഒരു യോഗ്യത ഉള്ളവരത്തന്നെയല്ലേ നയിക്കേണ്ടത്. അവിടുത്തെ പാകിസ്ഥാൻ അവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയാം. അവിടുത്തെ ജനങ്ങൾ പട്ടിണിയടക്കാണ് വലിയ ഭൂരിപക്ഷം പേരും. സ്വന്തം ജനങ്ങളെ വെടിവെച്ചു കൊല്ലുന്ന സർക്കാരാണ് പാകിസ്ഥാനിലുള്ളത്. നമ്മൾ ഈ കൂട്ടം പറയുമ്പോൾ തന്നെയും ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടത്തിയിരുന്ന മോദിക്ക് അനുകൂലമായി നടത്തിയ അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകളുണ്ട്. മുൻപ് അദ്ദേഹം അത്തരത്തിൽ ഈ എൻ്റെ ഫ്രണ്ടാണ് അങ്ങനെ വലിയതാണെന്നൊക്കെ പറയുമ്പോഴും എന്താണ് നമ്മൾ ഈ പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ സ്വഭാവം നമ്മൾ കണ്ടതാണ്. ഈ അമിതമായി ടാക്സ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു കടുംപിടുത്ത രീതിയിലേക്ക് പോകുന്ന ഒരു രീതിയായിരുന്നു അന്നുണ്ടായിരുന്നു. പിന്നീട് ഏതൊരു ഉച്ചകോടിയിൽ വെച്ച് കണ്ടപ്പോഴേ നരേന്ദ്രമോദി വലിയ മൈൻഡ് ഇല്ലേ ഈ ട്രംപിന്, മൈൻഡ് ചെയ്യാതെ കണ്ടതിന് വേണ്ടി പറഞ്ഞിട്ട് അങ്ങ് പോയതേ ഉള്ളൂ. പഴയ രീതിയിലുള്ള സ്നേഹപ്രകടനമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ട്രംപിന് മനസ്സിലായി ഇത് ഇന്ത്യ അത്ര ഇഷ്ടത്തിലല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും പിന്നീട് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യ അനുകൂല നിലപാട് അവർ സ്വീകരിക്കും. ഇപ്പം ട്രംപ് നിരന്തരം മോദി വാനോളം പുകഴ്ത്തുന്നുണ്ട്. ഇവിടെ ഈ ഇന്ത്യയെക്കുറിച്ച് ഇപ്പോൾ ഇന്ത്യയിലെ അമേരിക്കൻ അംബാസഡർ കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് പറയുമ്പോൾ അത് ട്രംപ് പറഞ്ഞത് തന്നെയാണ്.
ട്രംപ് പറഞ്ഞാൽ തുല്യമാണ് ഒരു ഒരു രാജ്യത്തിന്റെ പ്രതിനിധി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ രാജ്യം പറയുന്ന നിലപാടാണ് തന്നെയാണ്. പാകിസ്ഥാനെ വഴി ട്രംപിന് ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധി ഉണ്ട്. ട്രംപ് പാകിസ്ഥാനുമായിട്ട് ഇത്തരത്തിലുള്ള സമാധാന ചർച്ചയ്ക്ക് മധ്യസ്ഥ വഹിക്കാൻ പോയതും അവരൊക്കെ അടുപ്പം കാണിക്കുന്നതിനും സ്വന്തം പാർട്ടിയിൽ നിന്ന് വലിയ എതിർപ്പ് വന്നിട്ടുണ്ട്. പലതവണ പാകിസ്ഥാനെ പോയിട്ട് സംസാരിച്ചത് ട്രംപ് കുറച്ചാളും ഓർമ്മയുണ്ടല്ലോ. അപ്പോഴൊക്കെ ഈ സ്വന്തം പാർട്ടിക്കാർ പറഞ്ഞത് ഈ പാകിസ്ഥാനെ വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യമാണ്. ഇവർ നമ്മുടെ നാട്ടിൽ ഇവിടെ വന്ന് സ്ഫോടനം നടത്തിയ ബിൻ ലാദനെ വർഷങ്ങളോളം താമസിപ്പിച്ചിരുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അങ്ങനെയുള്ള പാകിസ്ഥാൻ എങ്ങനെ വിശ്വസിക്കും? തീവ്രവാദം കൊണ്ട് മാത്രം ജീവിച്ചു പോരുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അങ്ങനത്തെ ഈ രാജ്യം ഈ വൃത്തികെട്ടന്മാരുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധം നമുക്ക് വേണ്ട എന്ന ലൈനിലേക്ക് സ്വന്തം പാർട്ടിക്കാർ പോലും പോയിട്ടുണ്ട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പണക്കൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. മാത്രമല്ല ഇപ്പോൾ യുദ്ധം ചെയ്യാനിറങ്ങി ആ പണിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയും കൂടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് നമുക്ക് ലോകത്തിന് മുന്നിൽ നമ്മളിന്നൊരു വലിയ ശക്തിയാണ്, നമ്മൾ വലിയ രാജ്യമാണ്. വെറുതെ നമ്മളതിന് ചൊറിയാൻ വരണ്ട, നമ്മളായിട്ട് ഒരു സൗഹൃദത്തിൽ പോകാം. എപ്പോഴും ശക്തനോടൊപ്പം നിൽക്കുന്നതാണല്ലോ ബുദ്ധിയെന്ന് വിവരമുള്ള ആളൊക്കെ അറിയാം. അതുപോലെ സംഭവിച്ചാവാനാണ് സാധ്യത. ഏതായാലും അത് ഈ കാശ്മീർ മാത്രമല്ല, അമേരിക്കയുടെ ഇന്ത്യയുടെ അംബാസഡർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുടെ എണ്ണത്തിലൊക്കെ ഇത് വലിയ തോതിലുള്ള വർധനം ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. ഇപ്പോൾ തന്നെ കാശ്മീരിൽ ഒരുപാട് വിനോദസഞ്ചാരികൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നുണ്ട്. ഇതുകൂടാതെ അതായത് നമ്മുടെ ഇവിടുത്തെ US അംബാസഡർ കൂടി അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, സ്വന്തം അവരുടെ പൗരന്മാർക്ക് ഇവിടെ ഈ കാശ്മീരിലേക്ക് സന്ദർശിക്കുന്നതിൽ ഒരു നിയന്ത്രണം അവർ ഏർപ്പെടുത്തിയിരുന്നു. അതിൽ പുനഃപരിശോധിക്കുന്നത് സംബന്ധിച്ച് തീരുമാനം ഉണ്ടാകും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ അദ്ദേഹം ഇവിടെ സന്ദർശനം നടത്തിക്കൊണ്ടാണ് ഈ ഒരു മാറ്റത്തെ അദ്ദേഹം ഉൾക്കൊണ്ടിരിക്കുന്നത്. അല്ല, ആലോചിച്ച് എത്ര വർഷത്തിന് ശേഷമായിരിക്കും ഒരു അമേരിക്കൻ അംബാസഡർ ഈ കാശ്മീർ സന്ദർശിക്കുന്നത്. അവിടെ കാശ്മീരിൽ അമേരിക്കൻ അംബാസഡർ പോയിട്ട് നമ്മളെ നാട്ടിലുള്ള ഞാൻ കാശ്മീർ കണ്ടിട്ടില്ല കേട്ടോ. ജീവിതത്തിൽ കാശ്മീർ കാണുന്ന വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ കുടുംബത്തിനെ കൊണ്ട് അവിടെ പോയാൽ തിരിച്ച് വരുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത ഭയം കൊണ്ടാണ് പലപ്പോഴും പോകാതിരുന്നത്. പക്ഷെ ഇനി വിചാരിക്കുന്നുണ്ട് ഒരു സമയം കിട്ടുമ്പോൾ എനിക്ക് ഒരിക്കലും കാശ്മീർ കാണണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇന്ത്യയിൽ ജനിച്ചാൽ കാശ്മീരും കന്യാകുമാരിയും കാണണമെന്നാണ്. കന്യാകുമാരി പലവണ കണ്ടിട്ടുണ്ട്. കാശ്മീർ എല്ലാ ഇന്ത്യക്കാരും കണ്ടിരിക്കണം. നമ്മുടെ പ്രധാന അതിർത്തിയല്ലേ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമല്ലേ. അങ്ങനെയുള്ള ഒരു കാശ്മീരിനെ കാശ്മീരിൻ്റെ പ്രതാപത്തിലേക്ക് കൊണ്ടുപോകാനാണ് നരേന്ദ്രമോദി സർക്കാരും അജിത് ഡോവലും ഒക്കെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വലിയ തോതിലുള്ള ഉത്തേജനം ആകും ഈ അമേരിക്കൻ അംബാസഡറുടെ ഈ ഒരു പ്രസ്താവന എന്നുള്ളത് 100% ഉറപ്പാണ്. ഒരു പക്ഷേ ഇനിയിപ്പോൾ മറ്റു തരത്തിൽ എന്തെങ്കിലും ഒരു നിക്ഷേപ സാധ്യതകൾ കാശ്മീരിലേക്ക് വന്നാൽ അത് രാജ്യത്തിന്റെ വികസനത്തിൽ തന്നെ മറ്റൊരു തരത്തിലേക്ക് അതൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുള്ള സർക്കാർ ഇപ്പോൾ 1,000 കോടി രൂപയാണ് കാശ്മീരിന്റെ വികസനത്തിന് വേണ്ടി ചെലവായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഏറ്റവും ഗംഭീര റെയിൽവേ സംവിധാനം വരുന്നു, റോഡുകൾ ഗംഭീരമാക്കുന്നു. ഈ തീവ്രവാദികൾ തകർത്ത് തരിപ്പണമാക്കിയിരുന്ന ഒരു വലിയ സംസ്കാരത്തെ അവർ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാട് വിട്ടുപോയ കാശ്മീരി പണ്ഡിറ്റുകൾ തിരിച്ചെത്തി. കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുമായിരുന്ന ആശാന്മാരെല്ലാം ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. തിഹാർ ജയിലിലൂടെ കിടക്കുകയാണ് എല്ലാവരും. നമ്മുടെ പണ്ട് കേരളത്തിൽ നിന്ന് ഇവിടുന്ന് കുറേ പോപ്പുലർ ഫ്രണ്ടുകാരെ പിടിച്ചുകൊണ്ട് വരില്ല. അതിന് മുമ്പ് തന്നെ ഇവരൊക്കെ പിടിച്ച് തിഹാർ ജയിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ തോതിലുള്ള പരിപാടി ഇതിന് നടക്കില്ല. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ നല്ല അടി പാകിസ്ഥാന് കൊടുത്തതിന് ശേഷം വലിയ തോതിൽ പ്രശ്നം ഉണ്ടാക്കാതെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും അമേരിക്കയുടെ ഈ ഒരു നിലപാട് വളരെ ശ്ലാഘനീയമാണ്. അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം തന്നെയാണ് കാശ്മീരെന്ന് അമേരിക്കയും കൂടെ ഊന്നി പറയുമ്പോൾ ലോകത്തെ മറ്റ് ശക്തികളെ ഇപ്പോൾ റഷ്യയൊക്കെ ഇന്ത്യയുടെ എല്ലാ കാര്യത്തിലും ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോക രാഷ്ട്രങ്ങളും ലോകത്തെ വലിയ ശക്തികളൊക്കെ തന്നെ അക്കാര്യം അംഗീകരിച്ചു എന്ന് പറയുന്നത് കാശ്മീരിൻ്റെ വികസനത്തിനും ഏറെ സഹായകരമാകും എന്നുള്ള കാര്യവും ഉറപ്പാണ്.